ഇപ്പോഴും സംശയമുണ്ട് അല്ലേ, സ്നേഹമാണോ പ്രണയമാണോ എന്നുള്ളതിൽ. നിങ്ങൾ ആ വ്യക്തിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? ആ ഒരു ബന്ധത്തിൽ വളരെയധികം ടോക്സിക് ആയിട്ട് നിങ്ങൾ പെരുമാറുന്നുണ്ടോ? അല്ലെങ്കിൽ വളരെയധികം പൊസസീവ് ആവുന്നുണ്ടോ? ഒരുപാട് സംശയിക്കുന്നുണ്ടോ ആ വ്യക്തിനെ നിങ്ങൾ? ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ വ്യക്തിനെ ഒരുപാട് റെസ്ട്രിക്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രണയമാണ്. അവിടെ ഒരിക്കലും സ്നേഹം വരുന്നില്ല. പക്ഷെ എനിക്ക് സ്നേഹിക്കാൻ പറ്റും, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ പറ്റും. ഞാൻ അവിടെ ഒരിക്കലും കളങ്കം നിറഞ്ഞതാവുന്നില്ല, കള്ളം പറയുന്നില്ല, സംശയിക്കുന്നില്ല, ടോക്സിക്കോ പൊസസീവോ ഈ സംഭവങ്ങളൊന്നുമില്ല. എനിക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്നേഹവും പ്രണയവും രണ്ടും രണ്ട് തലങ്ങളിലാണ്. സ്നേഹിച്ച വ്യക്തിനെ നമുക്ക് പ്രണയിക്കാനും പറ്റും കേട്ടോ. നമ്മുടെ സാഹചര്യങ്ങൾ മാറുമ്പോൾ, നമ്മുടെ അടുപ്പം മാറുമ്പോൾ ആ ഒരു സ്നേഹിച്ച വ്യക്തിനെ നമ്മൾ ചിലപ്പോൾ ഒരു പ്രണയിനിയായി മാറ്റാറുണ്ട്, അല്ലെങ്കിൽ പ്രാണനാഥനായിട്ട് കാണാറുണ്ട്. അപ്പോൾ പ്രണയവും സ്നേഹവും രണ്ടും രണ്ടാണ്. സ്നേഹിക്കാനും പറ്റും, പ്രണയിക്കാനും പറ്റും. സ്നേഹം നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും, പക്ഷെ പ്രണയം അത് ആ ഒരു വ്യക്തിക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി മാത്രമേ അത് അർഹിക്കുന്നുള്ളൂ.